കായംകുളം എം.എൽ.എ. യു പ്രതിഭയുടെ മകൻ കനിവിനെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനെന്ന് എഫ്ഐആർ. കേസിൽ 9ാം പ്രതിയാണ് കനിവ്. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. മകനെതിരെ കേസെടുത്തുവെന്ന മാധ്യമ വാർത്തകൾ എം.എൽ.എ. തള്ളിയിരുന്നു. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അത് തള്ളിക്കൊണ്ടുള്ള എം.എൽ.എയുടെ പ്രതികരണം, ആ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന വെല്ലുവിളിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വരുന്നു. അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് മനീഷ്? റിജിത്ത്, ഇന്നലെ കുട്ടനാട് റേഞ്ച് എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഈ കനിവ് അടക്കമുള്ള 9 പേരെ സംശയത്തിന്റെ സാഹചര്യത്തിൽ മാത്രം ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു എന്നായിരുന്നു മാധ്യമ വാർത്തകൾക്കെതിരെ കായംകുളം എം.എൽ.എ. യു പ്രതിഭ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടാണ് അവർ പബ്ലിക്കായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത്, അതിൽ 9 പ്രതികളാണ്. അതായത് തകഴിയിൽ ഒരു സ്ഥലത്ത് വെച്ച്, 6ാം വാർഡിലെ ഒരു സ്ഥലത്ത് വെച്ച്, വിരിപ്പാല എന്ന സ്ഥലത്ത് വെച്ച് 9 പേരെ പിടികൂടിയിട്ടുണ്ട്. കഞ്ചാവ് കൈവശം വെച്ചതിലാണ്. 3 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 9ാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ 21 വയസ്സുകാരൻ കനിവ്. ഇവരിൽ നിന്നും കഞ്ചാവ് കൈവശം വെച്ചതിനും ഒപ്പം ഉപയോഗിച്ചതിനും, കഞ്ചാവ് ഉപയോഗിച്ചാൽ പോലും എക്സൈസിന് കേസ് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ 1 കിലോയിൽ താഴെ കഞ്ചാവ് ആണെങ്കിൽ അവർക്ക് 2 ആൾ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കും. കേസിൽ 9ാം പ്രതിയാണ് കനിവ്. സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത് 3 ഗ്രാം കഞ്ചാവ് മാത്രമല്ല, കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, പിന്നെ ഒപ്പം തന്നെ ഈ കുപ്പിയുടെ മധ്യഭാഗം കിഴുത്ത ദ്വാരമിട്ട ശേഷം അതിൽ കൂടെ ഈ ബോംഗ് മാതൃകയിൽ കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ട് കുപ്പി ഉണ്ടായിരുന്നു, പച്ചപ്പപ്പായയുടെ തണ്ട് എന്നിവയൊക്കെ കഞ്ചാവ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസിന്റെ ഈ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. മകനെതിരെ പക്ഷേ ഉള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലൂടെ യു പ്രതിഭ എം.എൽ.എ. രംഗത്തെത്തിയിരുന്നു. മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകിയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു യു പ്രതിഭയുടെ പ്രതികരണം. പക്ഷേ ഈ വാർത്ത വാസ്തവമായിരുന്നു എന്നും അതിൽ യാഥാർത്ഥ്യമുണ്ടെന്നും തെളിയിക്കുന്നതാണ് എക്സൈസ് തന്നെ പുറത്തുവിടുന്ന ഈ രീതിയിലുള്ള എഫ്ഐആറിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ കൂടെ പുറത്തുവരുന്നത്. ശ്രീജിത്ത്, മനീഷ്, ഈ കനിവിന്റെ റോൾ എന്താണ് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ അതിലുണ്ടോ മനീഷ്? ശ്രീജിത്ത്, നേരത്തെ ഒരു ആക്ഷേപം ഉയർന്നത്, അതായത് തകഴിയിൽ വിരിപ്പാല എന്ന സ്ഥലത്ത് വെച്ച് 90 ഗ്രാം കഞ്ചാവുമായി 9 യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായെന്ന വാർത്തയായിരുന്നു ആദ്യം മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ ഇവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെ താമസിച്ചു. 3-4 മണിക്കൂറിന് ശേഷമാണ് ഇതിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് തന്നെ എക്സൈസ് രജിസ്റ്റർ ചെയ്തത്. സ്വാഭാവികമായും എം.എൽ.എയുടെ മകൻ, ഭരണപക്ഷത്തെ എം.എൽ.എയുടെ മകനായതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ 4 മണിക്കൂറിന് ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ 90 ഗ്രാം ഉണ്ടായിരുന്ന ഈ കഞ്ചാവ് വെറും 3 ഗ്രാമായി കുറഞ്ഞു എന്ന ആക്ഷേപം കൂടെയുണ്ട്. ഇന്നലെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു. ആദ്യം എക്സൈസിന്റെ ഉദ്യോഗസ്ഥർ തന്നെ ഈ വിവരം അറിഞ്ഞ് മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോൾ 90 ഗ്രാം കഞ്ചാവ് ഉണ്ട് എന്നാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ എം.എൽ.എയുടെ മകൻ കനിവ് ഇതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നീട് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രതികരിക്കാനോ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. കുട്ടനാട് റേഞ്ച് CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം എത്തുകയായിരുന്നു. ഈ സ്ഥലത്ത് ഈ മദ്യപാനം നടക്കുന്നു എന്ന വിവരമായിരുന്നു ലഭിച്ചത്. സ്വാഭാവികമായും ക്രിസ്മസ് ന്യൂ ഇയർ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെക്കിംഗ് ആയിരുന്നു, പരിശോധനയാണ് നടത്തിയത്. പക്ഷേ മദ്യപാനത്തെ കണ്ടെത്താൻ എത്തിയ എക്സൈസ് സംഘത്തിന് ഇവരിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചു 90 ഗ്രാം എന്നാണ് നിലവിൽ ആദ്യം അറിഞ്ഞ വിവരം. അത് ഈ കൂട്ടത്തിലുള്ള പ്രതികളിൽ ഒരാളായിട്ടുള്ള സച്ചിൻ എന്ന വ്യക്തിയുടെ കൈവശം നിന്നാണ് കഞ്ചാവ് കണ്ടെത്തുന്നത്. മറ്റു ഉപകരണങ്ങളും കാര്യങ്ങളും കണ്ടെത്തുന്നത് അഭിഷേകിൽ നിന്നാണ്. പക്ഷേ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് 9 പേർ കൂടിയിരുന്ന് ഇത് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ കണ്ടെത്തൽ. അതുകൊണ്ട് 9 പേർക്കെതിരെയും കൈവശം വെച്ചതിനുള്ള കേസും ഉപയോഗിച്ചതിനുള്ള കേസുമുണ്ട്. 1 കിലോയ്ക്ക് താഴെ ആയതുകൊണ്ട് മാത്രമാണ് ആൾ ജാമ്യത്തിൽ ഇവരെ വിട്ടയച്ചത്. ഇതിനു മുൻപും കനിവിനെ കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. ശ്രീജിത്ത്, ശരി. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളം എം.എൽ.എ. യു പ്രതിഭയുടെ മകൻ കനിവിനെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനാണ് എന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു. കേസിൽ 9ാം പ്രതിയാണ് കനിവ്. ആ എഫ്ഐആറിന്റെ പകർപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വ്യാജ പ്രചാരണം നടത്തുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എം.എൽ.എ. രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എം.എൽ.എ. ഇന്നലെ പറഞ്ഞിരുന്നു.